സിനി ഫയൽസ് 2025 ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച സിനിമയാണ് പൊന്മാൻ. തനി നാടൻ സിനിമയാണ്. ഈ ഒരു മാസം എന്നല്ല, ഇനി വരാൻ പോകുന്ന മൊത്തം സിനിമകൾ നോക്കുകയാണെങ്കിലും 2025 ഏറ്റവും മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ എന്തായാലും ഉൾപ്പെടുന്ന ഉറപ്പ് എനിക്കുള്ള സിനിമയാണ് പൊന്മാൻ. സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജ്യോതി ശങ്കർ ആണ്. ഇദ്ദേഹം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യാണ്. ഇദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ആർട്ട് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പം സിനിമ GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും ചേർന്നിട്ടാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല, എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ഇത് വളരെ മികച്ചൊരു പുരുഷപക്ഷ സിനിമയാണ്. സാധാരണ നമ്മൾ സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെയാണ് പറയാറുള്ളത്. പുരുഷപക്ഷം എന്ന് പറഞ്ഞൊരു ടേമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് സാമൂഹികമായിട്ടുള്ള വളരെ പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് തോന്നുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ് സിനിമ ചെയ്യുമ്പോൾ അതിന് സ്ത്രീപക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുവെങ്കിൽ പുരുഷപക്ഷ സിനിമയായിട്ട് തന്നെ കാണിക്കണം, അല്ലെങ്കിൽ പറയണം. അപ്പം അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. സ്ത്രീപക്ഷം എന്ന് പറയുന്നെങ്കിൽ പുരുഷപക്ഷം എന്ന് പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അപ്പം എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴും അതാണ് തോന്നിയിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇതിനകത്ത് സ്ത്രീധനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീധനം പ്രമേയമാക്കിയിട്ട് ഒരുപാട് മലയാള സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് അടിച്ച സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സീരിയലിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് പറയുന്നത്. സ്ത്രീധനം കൊടുക്കുന്നത് സ്ത്രീകളാണ്, വാങ്ങുന്നത് സ്ത്രീകളാണ്, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ അവിടെയൊക്കെ പുരുഷന്മാർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷെ അതിനുണ്ടല്ലോ ഈ സിനിമ മൊത്തത്തിൽ പൊളിച്ചെഴുതിയിട്ട് അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി. പുരുഷന്മാരാണ് ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. കടിപിടി കൂടേണ്ട അവസ്ഥ അവർക്കാണ് വരുന്നത്. ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ആ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയ പുരുഷന്മാരെ കുറിച്ച് കൃത്യമായിട്ട് സജിൻ ഗോപ് ചെയ്യുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിലൂടെ ഡയലോഗിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മാത്രം അറിയാൻ പറ്റും, അല്ലെങ്കിൽ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സജിൻ ഗോപിന്റെ ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് പുരുഷന്മാർ ഈ ലൂപ്പിനകത്ത് പെട്ടുപോകുന്നത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പുനർചിന്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത് മനുഷ്യരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം പുനർചിന്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നതൊക്കെ പുരുഷന്മാരായിട്ടുള്ള ക്യാരക്ടറിലൂടെയാണ്. ബേസിൽ ചെയ്യുന്ന ക്യാരക്ടറിലൂടെ അതിന് വേണ്ടിയിട്ടൊക്കെ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഴയകാല സിനിമകളിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോൾ സ്ത്രീകളിലൂടെ ആയിരിക്കും ഈ ഒരു പുനർചിന്തനം കൊടുക്കുക. അതിനൊക്കെ മാറ്റിയിട്ട് ഇവിടെ പുരുഷന്മാരിലൂടെ ട്രൈ ചെയ്തു. അപ്പൊ അതൊക്കെ ഒരു മികച്ച സംഭവമാണ്. പിന്നെ എനിക്ക് തമാശയായിട്ട് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ, സാധാരണ നമ്മളിവിടെ സ്ത്രീപക്ഷമായിട്ട് എടുക്കുന്ന സിനിമകൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇങ്ങനെ കഥ പറഞ്ഞു പോയിട്ട് അവസാനം പുരുഷന്മാരെ മൊത്തത്തിൽ അങ്ങ് തള്ളി പറയും. പക്ഷെ ഇതിനകത്ത് പുരുഷന്മാരുടെ പക്ഷത്ത് നിന്ന് സിനിമ പറഞ്ഞിട്ട് പോലും പുരുഷപക്ഷമായ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടും പുരുഷന്മാർ ഒരിടത്ത് പോലും സ്ത്രീകളെ തള്ളി പറയുന്നില്ല. പകരം സ്ത്രീകളെ ചേർത്ത് പിടിക്കണം. അതായത് സ്ത്രീപക്ഷത്തിൽ പുരുഷന്മാരെ തള്ളി പറയുമ്പോൾ പുരുഷപക്ഷമായ സിനിമകളിൽ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് നമുക്ക് കിടപ്പുണ്ട്. ഭയങ്കര തമാശയായിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു എനിക്കത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുള്ള ഹെറർ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ പുരുഷന്മാരെ തള്ളി പറയുന്ന രീതി കണ്ടിട്ട് എനിക്കത് സ്ത്രീപക്ഷ സിനിമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലിജോ മോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു കഥയൊക്കെ അതിനകത്തുണ്ട്. രണ്ടുപേർ ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നു. പുരുഷനൊട്ടും ആക്റ്റീവ് അല്ലാത്തത് കാരണം അവർ സ്ത്രീ എക്സ്പെക്ട് ചെയ്തതുപോലെ ബെഡ്റൂമിൽ അയാൾ പെർഫോം ചെയ്യാത്തത് കൊണ്ടും ആ ഒരു കഥാപാത്രത്തെ തള്ളി പറയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, നമ്മളാരും ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ജനിച്ചു വീഴുമ്പോഴേ പഠിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അത് തെറ്റുകൾ പറ്റും, പരസ്പരം പറഞ്ഞ് തിരുത്തേണ്ട സംഭവമൊക്കെ ഉണ്ട്. അതിനൊന്നും ശ്രമിക്കാണ്ട് ഇയാൾ ഓക്കെ ഇല്ല എന്ന് പറഞ്ഞ് പുരുഷ വിദ്വേഷം പോലെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. പേഴ്സണലി എനിക്ക് ആ സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് പൊന്മാനകത്ത് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പുരുഷന്മാർ സ്ത്രീകൾ ചേർത്ത് പിടിക്കുന്ന വളരെ ഈക്വാലിറ്റിയുടെ ഒരു വേറെ സംഭവം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അത് പേഴ്സണലി എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ സിനിമയ്ക്കകത്ത് ആണുങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യര്, GR ഇന്ദുഗോപന്റെ സ്ഥിരം നോവലാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഈഗോ വെച്ചുള്ള പരിപാടിയാണ് മെയിനായിട്ട് നടക്കുക. ഈഗോ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദ്വന്ദ്വ യുദ്ധം പരിപാടിയാണ്. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ നിലനിൽപ്പാണ് കാണിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങൾക്കും നിലനിൽപ്പുണ്ട്. അവർ കാണിക്കുന്ന ചില ക്രൂരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ അവരുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞു പോകുന്നത്.
ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു നിലനിൽപ്പാണ് ഇതിനകത്ത് GR ഇന്ദുഗോപന്റെ മറ്റു സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈഗോ മാറ്റി വെക്കിയ നിലനിൽപ്പാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ കുറെ ഇതിനകത്ത് പല ലെയറുകളായിട്ട് പല കാര്യങ്ങളും കിടക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ സംഭവങ്ങളെ കുറിച്ചും കാണിക്കുന്നുണ്ട്. പിന്നെ അഭിനയിച്ചവരിലേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ നായകനായിട്ടുള്ള ബേസിലിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുക. ഏറ്റവും നല്ല ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട്. ഇത്രയും കാലം ബേസിൽ എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് അതിനെയൊക്കെ ബേസിൽ മാറ്റി എഴുതിയിട്ടുണ്ട്, മാറ്റി കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് ബേസിലെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിജോമോളുടെ ക്യാരക്ടർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാണാൻ പറ്റി. ആനന്ദ് മന്മഥന്റെ ക്യാരക്ടർ അതുപോലെയായിരുന്നു. ആനന്ദ് മന്മഥൻ വളരെ പക്വമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തു. ഉത്തരവാദിത്തമില്ലാത്ത ഒരാളുടെ ആ ഒരു ക്യാരക്ടർ അത് പക്വമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സജിൻ ഗോപു, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. സജിൻ ഗോപു ഞെട്ടിച്ചു കളഞ്ഞു. നമുക്ക് ഒരു റിസംബ്ലൻസ് ഒക്കെ ഫീൽ ചെയ്യും കലാഭവൻ മണിയൊക്കെ ആയിട്ട്, ആ ഒരു രൂപമാണെങ്കിലും ഭാവമാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ അഭിനയമാണെങ്കിലും സജിൻ ഗോപു ചെയ്ത് വെച്ചിട്ടുള്ള അമ്പാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒന്നും അല്ല, അതൊക്കെ തുടക്കം മാത്രമാണെന്ന് ഈ സിനിമയിൽ കാണിച്ചു തന്നു. ഇതിനകത്ത് സജിൻ ഗോപുവിനെ രാക്ഷസൻ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ലിജോമോൾ ചെയ്യുന്ന ക്യാരക്ടർ. കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് രാക്ഷസൻ എന്നുള്ള ആ ഒരു ഫീല് തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഹെയ്റ്റ് നമുക്ക് തോന്നും. സജിൻ ചെയ്യുന്ന ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും, അതുപോലെ ദീപക് പറമ്പോലെ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊരു യേശു ക്രിസ്തുവിന്റെ രൂപമാണല്ലോ എന്ന്. കുറച്ച് കഴിയുമ്പം അതിനെ ശരിവെക്കുന്ന രംഗങ്ങൾ വരുന്നു. അപ്പം ഓരോ ക്യാരക്ടേഴ്സും ഭംഗിയായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോമോളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ലിജോമോളുടെ ആ ഒരു ക്യാരക്ടർ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ വളരെ നോർമലായിട്ട് പോകുന്ന ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പിന്നെ അവിടുന്ന് കുറച്ചങ്ങ് പോകും തോറും അവരുടെ ആ ഒരു ഗ്രാഫ് അങ്ങനെ ഉയർന്നു വരികയാണ്. ആ ഒരു മിതത്വം ഒക്കെ മാറിയിട്ട് പിന്നെ അവർ കത്തി കയറുന്ന പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അഭിനയിച്ചവരുടെ കാര്യം എങ്ങനെയാണ് വരുന്നത്? ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ GR ഇന്ദുഗോപന്റെയും നമ്മുടെ ജസ്റ്റിൻ മാത്യുവിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് ആദ്യം പറയണം. വളരെ കാച്ചിക്കുറുക്കിയ ഡയലോഗ്സ് ആണ്. ഭയങ്കരമായിട്ടുള്ള നാടൻ ഭാഷയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് ഇത് കേൾക്കാൻ. അതും ഡയലോഗ്സ് ഒക്കെ ആവശ്യത്തിനുള്ള ഡയലോഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡയലോഗ് പോലും എക്സ്ട്രാ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സീൻസ് ആണെങ്കിൽ പോലും നമുക്കൊരു എക്സ്ട്രാ സീൻ അതിനകത്ത് വന്നതുപോലെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു സാഹിത്യ സൃഷ്ടിയെ സിനിമയാക്കുന്ന സമയത്ത് എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണിത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോവലൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതിന്റെ 10 ഇരട്ടി ഉണ്ടായിരിക്കും ഈ സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. സിനിമാറ്റിക് ആയിട്ട് ഒരു നോവലിനെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഈ സിനിമയെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത്, പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര രസമുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യ ഹിറ്റാണ്, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഓളം കിട്ടുന്നുണ്ട്. പിന്നെ സിനിമ എത്രത്തോളം സങ്കീർണമാവുന്നു അത്രത്തോളം തന്നെ ആ ഒരു സങ്കീർണതയെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതിന്റെ സംഗീതം. അത്രയും ഉപകാരപ്പെടുന്ന, സിനിമയ്ക്ക് അത്രയും ഉപകാരപ്പെടുന്ന സംഗീതമാണ് ചെയ്തിട്ടുള്ളത്. സാനു ജോൺ വർഗീസ് ആണ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പല ഷോട്ടുകളും നോക്കുമ്പോൾ ആ ഫ്രെയിമൊക്കെ അല്ലേ ഭയങ്കര പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നിതിൻ രാജാണ് സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ആ സിനിമയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിന്റെ ആ ഒരു സിനിമ പോണ മൂഡിനനുസരിച്ച് പ്രേക്ഷകർ പോകാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എഡിറ്റിംഗ് കൂടിയാണ്. സോ സിനിമ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ, എങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ അടിപൊളിയാണ്. ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്. സിനിമ സ്ക്രിപ്റ്റ് ആണെങ്കിലും അടിപൊളി, ഡയലോഗ്സ് ആണെങ്കിലും പ്രത്യേകമായിട്ട് പറയേണ്ട സംഭവമാണ്. സിനിമ ടോട്ടലി കൊള്ളാം. പറയാൻ ഉദ്ദേശിച്ച വിഷയത്തെ ഏറ്റവും നീതിയോട് കൂടി ചെയ്തിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ട് പുരുഷന്മാരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണിത്.